നമസ്കാരം സാക്ഷി ടിവിയുടെ പ്രേക്ഷകരെ. കല്ലടത്തണ്ണി കണ്ണമ്പാറ പാറക്കോറികൾക്കെതിരെ കോറി വിരുദ്ധ സമരസമിതി സംഘടിപ്പിച്ചേക്കുന്ന പ്രതിഷേധ ധരണയുടെ ഒന്നാം ദിവസത്തെ തത്സമയ ദൃശ്യങ്ങളാണ് സാക്ഷി ടി വി പ്രേക്ഷകർക്ക് തത്സമയം എത്തിക്കുന്നത്. പാറക്കോറി വിരുദ്ധ സമിതി കഞ്ഞി വെക്കുന്ന തത്സമയം അവർ അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് കഞ്ഞി വയ്ക്കുന്ന സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് സമരം ആരംഭിച്ചിരിക്കുന്നത്. നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കാം. പ്രധാനമായി ആവശ്യപ്പെടുന്നത് സംയുക്തമായി ഇത് ലൈസൻസ് കൊടുത്തിട്ടുള്ള വിവിധ ഏജൻസികൾ നമുക്ക് പല മീഡിയ ബഹുമാനപ്പെട്ട മീഡിയ സുഹൃത്തുക്കളും പറഞ്ഞിട്ടുള്ളതാണ്. സംയുക്ത അധികാരികൾ ലീഗൽ മെട്രോളജി ഞാൻ പറഞ്ഞിട്ടാണ് കല്ലടത്തണ്ണി കണ്ണമ്പാറ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ക്വാറികൾ അടച്ചുപൂട്ടി ജനജീവിതം സ്വൈര്യമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കണ്ണമ്പാറ ജംഗ്ഷനിൽ പ്രദേശവാസികൾ സംഘടിപ്പിച്ചിട്ടുള്ള പ്രതിഷേധ ധർണ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പെട്ടെന്നൊരു സമരത്തിലേക്ക് കടന്നു വരുന്നതിന്റെ കാര്യം ഇത് പെട്ടെന്നുള്ള സമരമല്ല. ഞങ്ങൾ ഇതിന്റെ കോറിയുടെ പ്രവർത്തനം തുടങ്ങുന്നത് മുതൽ തന്നെ അത് ഇത് പ്രാദേശികമായിട്ട് രോഗങ്ങളും അപ്പോൾ ആ ഒരു റോഡ് അവരുടെ ആ സമാന്തര റോഡ് അവർ അതൊന്ന് ടാർ ചെയ്യുന്നതിന് ബഹുമാനപ്പെട്ട കളക്ടറുടെ സന്ദർശിക്കുന്നത്. കളക്ടർ വരുന്നു എന്ന് അറിഞ്ഞപ്പോഴാണ് അവരിവിടെ ടാർ ചെയ്തത്. പഞ്ചായത്തിന്റെ 3 മീറ്റർ റോഡ് സമരപ്പന്തലിന്റെ പണി ഏകദേശം പൂർത്തീകരിച്ചു കഴിഞ്ഞു. അല്പസമയത്തിനകം ഇന്നത്തെ സമരം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടും. തുടർന്നുള്ള ദിവസങ്ങളിൽ നീതി ലഭിക്കും വരെ ഈ സമരം തുടരുമെന്നാണ് ഇതിലെ ബന്ധപ്പെട്ട നേതാക്കന്മാരും ജനപ്രതിനിധികളും അറിയിച്ചിരിക്കുന്നത്. കണ്ണമ്പാറയിൽ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു സമരത്തിന്റെ തുടക്കമാണ് എന്നാണ് അവർ സൂചിപ്പിച്ചിട്ടുള്ളത്. നീതി കിട്ടുന്നതുവരെ സമരം തുടരും എന്നാണ് അവരറിയിക്കുന്നത്. പോരാടം കിഴക്കുമുക്കിൽ സമരപരിപാടികൾ നടത്തുകയുണ്ടായി, അതുപോലെ കല്ലടത്തണ്ണി നടത്തുകയുണ്ടായി. ഇതിന്റെ ഭാഗമായിട്ട് ഈ സമരം ഞങ്ങൾ നടത്തുന്ന ഒരു പ്രശ്നമേ ഇല്ല. ഞങ്ങൾക്കിവിടെ സ്വൈര ജീവിതം സാധ്യമാകാത്തോളം കാലം ഈ സമരം അവസാനിപ്പിക്കുന്ന പ്രശ്നമേ ഇല്ല. അപ്പോൾ ഈ സമരത്തിന് ഇപ്പോൾ അമിത്ഷാ പറഞ്ഞതുപോലെ ഇതിനെ വർഗീയവൽക്കരിച്ചുകൊണ്ട് വേറെ രീതിയിൽ കൊണ്ട് ജനങ്ങളെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് ഈ പ്രവർത്തനം പോരാടം പോലുള്ള സ്ഥലം ഇവരുടെ വിത്ത് വിതച്ചാൽ മുളക്കുന്ന സ്ഥലമല്ല, വിഷവിത്തിട്ടൊന്നും മുളക്കുന്ന സ്ഥലമല്ല. നിരവധി അമ്മമാരും യുവതികളും കുഞ്ഞുങ്ങളും ഒക്കെ ഈ സമരത്തിന്റെ ഭാഗമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നീതി ലഭിക്കും വരെ സമരം ചെയ്യും തുടരും എന്നാണ് അവർ സമരസമിതി സംഘാടകർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സമരപ്പന്തൽ കെട്ടിയിരുന്നു. ആ സമരപ്പന്തൽ പല പ്രാവശ്യങ്ങളായിട്ട് ഇവർ വണ്ടി ചേർത്ത് കൊണ്ടുപോയി സമരപ്പന്തൽ പൊളിഞ്ഞു പോയിട്ട് സാഹചര്യം ഉണ്ടായി. പക്ഷേ ഇത് ഞങ്ങളത് അനുവദിച്ചില്ല. ഞങ്ങൾ ഇന്ന് ഇവിടെ പുതിയ സമരപ്പന്തൽ കെട്ടുകയാണ്. ഇത് അനിശ്ചിതകാല സമരം ഞങ്ങൾ തുടങ്ങേണ്ടി വരും. അതിൻ്റെ ഭാഗമായിട്ട് ഈ സമരപ്പന്തൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഞങ്ങൾ ഈ പാറക്കുറിയുടെ പ്രവർത്തനത്തിന് കോറി വിരുദ്ധ സമരസമിതി സംഘടിപ്പിച്ച ശ്രീ റംസി സാർ തത്സമയം ചേരുന്നു. നമസ്കാരം സാർ, എന്താണ് പറയാനുള്ളത്? നമ്മുടെ ഈ നാറ്റ് ഇൻഡസ്ട്രീസ്, ചാപ്രായൽ ഗാനേഴ്സ് എന്നീ 2 കോറികളാണ് ഈ കണ്ണമ്പാറ മേഖലയിൽ പ്രവർത്തിച്ച് മറ്റൊന്ന് പ്രവർത്തനാനുമതി നേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഈ കണ്ണമ്പാറ പ്രദേശത്തെ ജനങ്ങൾ 2018 മുതൽ സമരരംഗത്താണ്. കഴിഞ്ഞ 1.5 വർഷമായി വളരെ ഈ പ്രദേശത്തെ ജനങ്ങളിൽ ഭൂരിഭാഗവും ഇവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ സമരവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമരം തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ ഈ കണ്ണമ്പാറ ഈ ചെറിയ ജംഗ്ഷനിൽ കോറിയുടെ പ്രധാന കവാടത്തിന് സമീപം ഒരു പന്തലുണ്ടായിരുന്നു, സമരപ്പന്തലുണ്ടായിരുന്നു. പക്ഷേ ഈ മുതലാളിമാരുടെ ഭാഗത്ത് നിന്ന് അവർ ലോറി, അവരുടെ ടോറസ് കൊണ്ട് ഇത് നശിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിന് അതങ്ങനെ കിടക്കുകയാണ്. അടുത്ത സമയത്ത് ആ പ്രദേശം, ആ സമരപ്പന്തലിൽ നിന്ന പ്രദേശം ഈ കോറി കോറിയുടെ ഉടമസ്ഥർ കൈക്കലാക്കാൻ ശ്രമം നടത്തിയപ്പോൾ ഈ പ്രദേശത്തെ ജനങ്ങളത് ചോദ്യം ചെയ്തു. അപ്പോഴത് ഒരു ധാർഷ്ട്യം നിറഞ്ഞ, ധിക്കാരം നിറഞ്ഞ, അത് വെല്ലുവിളിക്കുന്ന ഒരു സമീപനമാണ് ഈ കോറിമലയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പോൾ അടിയന്തരമായി ഞങ്ങളിതിന് യോഗം ചേരുകയും അപ്പോൾ ഈ ഇവർ നശിപ്പിച്ച ആ സമരപ്പന്തൽ യഥാസ്ഥാനത്ത് പുനഃസ്ഥാപിക്കണം,
അതിനോടനുബന്ധിച്ച് ഒരു ധർണ സംഘടിപ്പിക്കണം, കഞ്ഞി വെച്ച് ഇവിടെ വെച്ച് തന്നെ കുടിച്ചുകൊണ്ട് പ്രതിഷേധം സംഘടിപ്പിക്കണമെന്നതിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു സമരം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ കോറിയിലേക്ക് കടന്നു പോകുന്ന പ്രധാന പാതയ്ക്ക് 8 മീറ്റർ വീതി വേണമെന്നുണ്ട്. ഇവർക്ക് ഇപ്പോൾ 4 മീറ്ററേ ഉള്ളൂ. ഈ 4 മീറ്റർ വീതിയിലൂടെ അവരുടെ വലിയ ടോറസുകൾ കടന്നു പോകുന്നത് കൊണ്ടാണ് ഈ സമരപന്തൽ അവർ നശിപ്പിക്കുന്നത്. അവർക്ക് 8 മീറ്റർ ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ തൊടേണ്ട കാര്യമില്ല. അപ്പോഴേ ഒരു ബോധപൂർവം ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് ഇവിടെയുള്ള പ്രദേശത്തുള്ള ചില ആൾക്കാരെ വിലക്കെടുത്തുകൊണ്ട് ഈ സമരരംഗത്തുള്ള ആൾക്കാരെ ഭീഷണിപ്പെടുത്താനാണ് ശ്രമമെങ്കിൽ അത് നടക്കില്ല. പ്രബുദ്ധരായ ജനതയാണ് ഈ പോരാട്ടത്തുള്ളത്. ഒന്നടങ്കം ഇതിനെതിരെ പ്രതികരിക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ സമരം സംഘടിപ്പിച്ചത്. ഈ പ്രതിഷേധ ധർണ ഇന്നൊരു തുടക്കമാണോ അതോ ഇത് തുടക്കമല്ല, ഇത് നിരന്തരം നടത്തി വരുന്ന സമരങ്ങളുടെ ഒരു ഭാഗമായിട്ടാണ്. പക്ഷേ ഇതിനൊരു അടിയന്തര പ്രാധാന്യം വന്നപ്പോൾ ഈ കോറി മുതലാളിമാരുടെ ഭീഷണിയുടെ അനന്തരഫലമായിട്ടാണ് അടിയന്തരമായി ഇത്തരത്തിലൊരു സമരം സംഘടിപ്പിക്കേണ്ടത്. ഇത് തുടക്കം ഇവിടെ കണ്ണമ്പാറ നിരവധി സമരങ്ങൾ നടന്നുവെങ്കിൽ പോലും ഇത്തരത്തിലൊരു സമരം കഞ്ഞി വെച്ചുകൊണ്ട് സമരപന്തൽ പുനഃസ്ഥാപിച്ചുകൊണ്ടുള്ള സമരം ആദ്യമാണ്. ഇത് തുടർന്നുകൊണ്ട് ഈ സമര പരമ്പരകൾ തുടർന്നുകൊണ്ട് പോകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നന്ദി സർ. കണ്ണമ്പാറ കല്ലാണ് ബന്ധപ്പെട്ട ആൾക്കാർ അറിയിച്ചിട്ടുള്ളത്. ഈ കഴിഞ്ഞ സമയങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്ന ഒരു സമരപന്തൽ പൊളിച്ചുകളയും ആ സമരപന്തൽ നിന്ന സ്ഥലത്തു കൂടി തന്നെ അവർ വീണ്ടും പുതിയ സമരപന്തൽ നിർമ്മിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ ഈ റോഡരികിൽ തന്നെ കഞ്ഞി വെച്ച് കുടിച്ച് കൊണ്ടുള്ള ഒരു പുതിയ സമര മുറയ്ക്കാണ് ഇന്ന് കണ്ണമ്പാറ സ്വദേശികൾ ഒരുങ്ങുന്നത്. അല്പസമയം തന്നെ ഈ സമരത്തിൻ്റെ ഉദ്ഘാടന നടപടികൾ ഇവിടെ ഈ സമരപന്തലിൽ ആരംഭിക്കും. നടത്തുന്നില്ല എന്നുള്ള ഒരു വലിയ ഈ പ്രതിഷേധ ധർണയുടെ വിശദാംശങ്ങളുമായി നമ്മളോടൊപ്പം ഇപ്പം കോൺഗ്രസിൻ്റെ നേതാവും ഈ സമരത്തിന് മുൻപിൽ നിൽക്കുന്ന വാർഡ് മെമ്പറുമായ ശ്രീ നാസിം അമ്പലത്തിൽ ചേരുകയാണ്. ഈ ഞങ്ങൾ ഇന്നിവിടെ കണ്ണമ്പാറ പാറക്കോറിച്ചേരിലുള്ള ഒരു സമരത്തിന്റെ ഭാഗമായിട്ട് 2018 ഇങ്ങനെ ഒരു ആശയം ഇവിടെ കൊണ്ടുവന്നപ്പോൾ തന്നെ ഇതിനെ ഏറ്റവും കൂടുതൽ ഇതിന്റെ കെടുതികൾ അനുഭവിക്കുന്ന നമ്മുടെ കണ്ണമ്പാറ നിവാസികളുടെ ഒരു പൗരസമിതി രൂപീകരിക്കുകയുണ്ടായി. ആ പൗരസമിതിയുടെ പ്രവർത്തനങ്ങൾ ഈ കിട്ടിയ അനുമതി പത്രങ്ങൾ റദ്ദാക്കുന്നതിന് വേണ്ടി വ്യാപകമായിട്ട് നല്ല ശക്തമായ ഒരു പ്രതിഷേധത്തെങ്കിലും അനുമതി പത്രങ്ങൾ നേടിക്കൊണ്ട് പഞ്ചായത്തിൻ്റെ കൂടെ ലൈസൻസ് നിയമമായിട്ടാണ് പല സമരപരിപാടികൾ ഞങ്ങൾ വാഹന പ്രചരണ ജാഥയും